നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം കാത്തിരിപ്പാണ് ആരാധകർ. മത്സരം ഞായറാഴ്ച രാത്രിയാണ് US മത്സരമെങ്കിലും നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെയാണ് കളി കാണാൻ പറ്റുക. ഇന്ത്യൻ സമയം അങ്ങനെയാണ്. അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരം തീ പറക്കുന്ന പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മത്സരത്തിനുള്ള റഫറി ബ്രസീലുകാരനായിട്ടുള്ള റഫേൽ ക്ലോസ് ആയിരിക്കും ഏതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. റഫേൽ ക്ലോസ് തീർച്ചയായിട്ടും സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ മികച്ച റഫറിമാരിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2015 മുതൽ അദ്ദേഹം ഉന്നത തലത്തിലുള്ള റഫറിങ് നടത്തുന്നുണ്ട്. 2022 വേൾഡ് കപ്പിലടക്കം അദ്ദേഹം കളികൾ നിയന്ത്രിച്ചിട്ടുമുണ്ട്. ഇപ്പം ഈ കോപ്പ അമേരിക്കയിലും ഗ്രൂപ്പ് സിയിലൊക്കെ അദ്ദേഹം കളി നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റഫറിങ് നിയമനവുമായി ബന്ധപ്പെട്ട് അർജന്റീന ആരാധകർക്ക് ആശങ്കയുണ്ട്. നിരവധി പോസ്റ്റുകളും മറ്റുമൊക്കെ എക്സിലൊക്കെ കാണാം. അർജന്റീൻ മാധ്യമങ്ങൾ റഫേൽ ക്ലോസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. സംഗതി മറ്റൊന്നുമല്ല, 2022 വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ റൗണ്ട്. ആ ക്വാളിഫയർ റൗണ്ടിൽ അർജന്റീനയും പരാഗ്വേയും തമ്മിൽ നടന്ന മത്സരം നിയന്ത്രിച്ചത് റഫേൽ ക്ലോസ് ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അർജന്റീനക്കാർ ഉയർത്തിയിരുന്നു. ഈവൻ ലിയോ മെസ്സി തന്നെ റഫറിയുടെ നേരെ തട്ടിക്കയറുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളെ 2 തവണയാണ് പറ്റിച്ചത് എന്ന് തന്നെ ആ ഒരു കളിയിൽ ലിയോ മെസ്സി പറഞ്ഞിരുന്നു. മെസ്സി പറഞ്ഞ വാക്കുകൾ യു ഓൾറെഡി ഫക്ക്ഡ് us twice എന്ന രൂപത്തിൽ മെസ്സി തട്ടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു ഗോളൊക്കെ ഡിസലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അന്നുണ്ടായത്. അതേ റഫറിയെ തന്നെ കോപ്പ അമേരിക്കയുടെ ഫൈനൽ നിയന്ത്രിക്കാൻ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആശങ്കകൾ അർജന്റീനക്കാർക്കുണ്ട് എന്നതാണ് ശരി. അതാണ് അർജന്റീൻ മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാര്യം ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ മികച്ച റഫറിമാരിൽ ഒരാൾ തന്നെയാണ് റഫേൽ ക്ലോസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.